നാലാം യാമം. പ്രേതമാന്ത്രിക നോവൽ. അധ്യായം 11. ഹരിശങ്കരന്റെ ശരീരം കുളിരുകോരി. ഗുരുജി തനിക്ക് മന്ത്രം ഉപദേശിച്ചു തരാൻ പോകുന്നു. താൻ ഗുരുജിയുടെ പിൻഗാമിയാകാൻ പോകുന്നു. എന്റെ മാത്രമല്ല, നാരായണന്റെയും വാസുദേവന്റെയും ഒക്കെ പിന്മുറക്കാരായി ആരുമില്ലല്ലോ. ഞങ്ങളുടെയെല്ലാം പിന്മുറക്കാരായി നീ മാത്രം മതി. അപ്പോഴും ഉയരുന്ന ഗോപികൃഷ്ണന്റെ ചിതയിലെ വെള്ളപ്പുകയിലായിരുന്നു ഗുരുജിയുടെ കണ്ണുകൾ. വാസുദേവന്റെയോ? അതായത് കൊല്ലൂരെ വീരഭദ്രന്റെ അച്ഛന്റെ കാര്യമാണ് ഗുരുജി പറയുന്നത്. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. വാസുദേവന്റെ പിൻഗാമിയാണല്ലോ വീരഭദ്രൻ. ഒരുപക്ഷെ അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കാതെ മന്ത്രം പഠിച്ചതുകൊണ്ടായിരിക്കുമോ വീരഭദ്രനെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഗുരുജി കണക്കാക്കാത്തത്? എവിടെയോ എന്തോ കുരുക്കുകളുണ്ട്. ഗുരുജി പറയുമായിരിക്കും. അറിയേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹം പറയും. തെള്ളിക്കിഴിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചോദിച്ചത് കേട്ടില്ലെന്ന് നടിക്കുകയുള്ളൂ. തുടർന്ന് ഗുരുജി എന്തെങ്കിലും കൂടി പറയുമോ എന്ന് കേൾക്കാൻ കാതോർത്തിരുന്നുവെങ്കിലും ഒന്നും ഉണ്ടായില്ല. യാത്ര പറഞ്ഞ് പോകാൻ നേരത്ത് വീണ്ടും അദ്ദേഹം പിൻവിളിച്ചു. അവൻ നിന്നു. പറയാറായിട്ടില്ല, എങ്കിലും പറയാം. നിനക്കുള്ള അറിവുള്ള കാര്യമായിരിക്കും. നാരായണൻ പറഞ്ഞിട്ടുണ്ടാവും, എങ്കിലും ഞാൻ പറയണമല്ലോ. അദ്ദേഹം നിർത്തിയാണ് പറയുന്നത്. അവൻ ശ്രദ്ധിച്ചു നിന്നു. രണ്ടാഗ്രഹമേ നാരായണൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, നിന്നെ മാന്ത്രികനാക്കണമെന്ന്. ഗിരിജാമണിയെ നിനക്ക് നൽകണമെന്ന്. നിനക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഗുരുജി, ഹരിശങ്കറിന്റെ തൊണ്ടയിടറി. ഉണ്ടെങ്കിൽ അതിപ്പോ പറയണം. ഗോപിയുടെ ചിതാണയും മുമ്പ് എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഞാനും വാസുദേവനും നാരായണനും ഒരാത്മാവ് പോലെ കഴിഞ്ഞവരാണ്. അവർ രണ്ടും പോയില്ലേ. ഞങ്ങൾ മൂവരുടെയും പിൻഗാമിയായി നീ ഒരാൾ മതി. ഹരിശങ്കരൻ എന്തു പറയണ്ടു എന്നറിയാതെ കുഴങ്ങി. കാണെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആഹ്ലാദമോ അഭിമാനമോ വീർപ്പ് മുട്ടിക്കുന്ന നിമിഷം. ഞാൻ ഈ ഇല്ലം വീണ്ടും പടുത്തുയർത്താത്തതിന് കാരണമുണ്ട്. കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ ഇല്ലത്തിന്റെ ആവശ്യമില്ലാതെയാവും. എനിക്കുള്ളതെല്ലാം ഞാൻ ഗിരിജാമണിക്ക് എഴുതി വെക്കുന്നുമുണ്ട്. അതായത് അത് നിനക്കുള്ളതാണെന്ന് അർത്ഥം. നീ ഞങ്ങൾ മൂവരുടെയും അനുഗ്രഹങ്ങളുള്ള ശ്രീമംഗലത്തെ ഒരേ ഒരു മാന്ത്രികനാണ്. എലിഞ്ഞിത്തറയിൽ ചന്ദനമണ്ഡപം പണിയണം. ആ മണ്ഡപത്തിലിരുന്ന് വേണം നീ കർമ്മങ്ങൾ ചെയ്യാൻ. ഞങ്ങൾക്ക് മൂവർക്കും കഴിയാതെ പോയത് അതായിരുന്നു. ഗുരുജി ഉത്തരീയം പോലെ തോളിലിട്ടിരുന്ന 2 മുണ്ടെടുത്ത് കണ്ണുകളൊപ്പുന്നത് കണ്ടു. ശരി, കൂടുതൽ പിന്നെ ഒരിക്കലാവാം. നാളെ തന്നെ രാഹുകാലത്തിനു മുമ്പ് ഇല്ലത്തു നിന്നിറങ്ങിക്കോളൂ. ദ്വിതീയ പക്കവും ഒത്തുചേർന്നാൽ നാളത്തേതുപോലൊരു ദിവസം ഉടനെ ഇനിയൊന്നും ഉണ്ടാവില്ല. ഹരിശങ്കരൻ മെല്ലെ പിൻവാങ്ങി. ഗുരുജി എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും ദുരൂഹത ബാക്കി നിൽക്കുന്നു. ഒപ്പം ഒരു വല്ലായ്മ തോന്നുകയും ചെയ്യുന്നു. ഉടനെ അദ്ദേഹം തന്നെ മന്ത്രം പഠിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ട് ഭയമാണ് തോന്നുന്നത്. ഗിരിജാമണിയുടെ കാര്യം തനിക്ക് പണ്ടേ എതിർപ്പില്ല. അവളും ആ സ്വപ്നവും താലോലിച്ചാണല്ലോ കഴിയുന്നത്. അത് ഇനി ഉടനെ വേണമെന്നെങ്ങാനും പറയുമോ? സേതുലക്ഷ്മിയുടെ കാര്യമോ? അത് നടത്തി കൊടുക്കേണ്ടവൻ താനല്ലേ. അവളുടെ ദുരന്തം 4 നാടുകളിലും അറിയുകയും ചെയ്തിരിക്കുന്നു. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വല്ലാത്ത ഒരു വിഷമവൃത്തത്തിലാണ് വെട്ടിരിക്കുന്നത്. ഗുരുജിയുടെ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും ആലോചിച്ച് നടന്ന കാരണം വയലിൽ എത്തിയതുപോലും അറിഞ്ഞില്ല. ഇത്ര സന്ധ്യയാണ്. സന്ധ്യയുടെ ചുവന്ന വെയിലാണ് വയലിൽ. ആ അന്തിവെയിലിൽ വയലിൽ കണ്ട ഒരു കാഴ്ച അവനെ കിടിലം കൊള്ളിക്കുക തന്നെ ചെയ്തു. നടവരമ്പിൽ ആരെയോ കാത്തുന്ന പോലെ വീരഭദ്രൻ നിൽക്കുന്നു. അവൻ കാക്കുന്നത് തന്നെയായിരിക്കുമോ? ഹരിശങ്കരൻ പെടുന്നനെ ഒരു തെങ്ങിന് മറഞ്ഞു. അധ്യായം 24. സ്വന്തം ഹൃദയത്തിന്റെ പടഹധ്വനി ഹരിശങ്കരന്റെ ചെവിയിൽ കെട്ടു. വീരഭദ്രന്റെ ഒരു നോട്ടപ്പുള്ളിയാണ് താനെന്ന് അവന് നല്ലോണം അറിയാം. എന്തുകൊണ്ടോ ഇതുവരെ തനിക്കൊരു ആക്രമണം അയച്ചുവിട്ടില്ല. താൻ മന്ത്രം പഠിച്ചു തുടങ്ങിയതേയുള്ളൂ എന്ന കാരണമാകാം. അല്ലെങ്കിൽ താനൊരു പേടിത്തൊണ്ടനാണെന്ന് അവൻ കരുതുന്നുണ്ടാവും. തരപ്പടിക്കാരോട് ഏറ്റുമുട്ടാനായിരിക്കുമല്ലോ സർവർക്കും താല്പര്യം. പക്ഷേ ഈ സമയത്ത് ഇവന്റെ ഇവിടുത്തെ നിൽപ്പ് പന്തികരാണ്. ഒന്നുകിൽ താൻ, അല്ലെങ്കിൽ മറ്റൊരു രംഗത്ത്. പുറംതിരിഞ്ഞാണ് നിൽപ്പ്. തന്നെ കണ്ടു കാണില്ലെന്ന് സമാധാനം നേരിയ ധൈര്യമേ തരുന്നുള്ളൂ. കണ്ടില്ലെങ്കിലും കാണാതിരിക്കട്ടെ. അബദ്ധത്തിൽ പോലും അവന്റെ മുന്നിൽ ചെന്ന് പെടരുത് എന്നാണ് ആഗ്രഹം.
ചാരി നിന്ന തെങ്ങ് ഒരു മറയേ അല്ലെന്ന മട്ടിൽ അവൻ ഒന്നുകൂടി തടിയോട് പറ്റിച്ചേർന്ന് നിന്നു. ഏതാനും നിമിഷങ്ങളെ നിൽക്കേണ്ടി വന്നുള്ളൂ. ഹരിശങ്കരന് കാര്യം വ്യക്തമായി. ഒപ്പം തൊല്ലു കൗതുകവും ഒപ്പം ഉത്കണ്ഠയും തോന്നുകയും ചെയ്തു. അകലെ നിന്നൊരു ആരവമാണ് ആദ്യം തുടങ്ങിയത്. അത് പിന്നെ 4 ഭാഗത്തേക്കും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. വീരഭദ്രൻ തൊല്ലെന്ന് പരിഭ്രമിച്ചിട്ടുണ്ടോ? അവൻ തക്കും പൂക്കും നോക്കുന്നത് കാണാം. അടുത്ത ക്ഷണത്തിൽ തന്നെ ആരവങ്ങളുടെ ഉറവിടം തിരിച്ചറിഞ്ഞു. നാട്ടുകാരാണ്. അവർ 4 ഭാഗത്തു നിന്നും വീരഭദ്രനെ വളയുകയാണ്. ഗോപീകൃഷ്ണത്തിന്റെ മരണത്തിന്റെ ഉത്തരവാദി അവനാണെന്ന് തിരിച്ചറിഞ്ഞ പ്രത്യാഘാതം. ഒരാളെ കൊന്നാലും ചോദിക്കാനാണില്ലെങ്കിൽ ആർക്കും ആരെയാണ് കൊല്ലാൻ കഴിയാത്തത്? വീരഭദ്രനെ പോലെ ഒരാളെ ഭൂമിക്ക് മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അബദ്ധായിരിക്കും. സത്യശീലൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് ആക്രമണ സംഘം രൂപം കൊണ്ടത്. സ്വന്തം കുടുംബത്തിൽ ഒരന്വേഷണം നടന്നപ്പോൾ പിള്ളയ്ക്ക് ചൂടുകയറിയതിന്റെ പ്രതിഫലനം. നിമിഷത്തിനുള്ളിൽ രൂപം കൊണ്ട സംഘമാണ്. വീരഭദ്രൻ വയലിലേക്ക് നടക്കുന്നതിന് കണ്ട ശേഷമുണ്ടായ നടപടി. 4 ചുറ്റിനും വളഞ്ഞ് ഏകകാലത്ത് ആക്രമിക്കുക, രക്ഷപ്പെടാനുള്ള ഒരു പഴുതുപോലും അവശേഷിപ്പിക്കാതിരിക്കുക. ഇവൻ കാരണം നഷ്ടപ്പെട്ടത് ശ്രീമംഗലം ഗ്രാമത്തിന്റെ സമാധാനമാണ്. 4 വശത്തു നിന്നും അടുക്കുന്ന ജനപ്രവാഹത്തെ വീരഭദ്രൻ കണ്ടു. അവരുടെ ലക്ഷ്യം താനാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അവന്റെ മുഖത്ത് സൗമ്യമായ ഒരു പുഞ്ചിരി ഉദിച്ചു. കുറച്ചുപേരെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് കൂടി അതിനുള്ള അവസരമാണ്. വരട്ടെ, എല്ലാവർക്കും അവന്റെ മുന്നിലേക്ക് തന്നെ വരട്ടെ. അവന്റെ ആ അക്ഷോഭ്യത കൊണ്ട് അമ്പരന്ന് അങ്ങനെ നിൽക്കുകയാണ് ഹരിശങ്കരൻ. ഒരു മനുഷ്യനെങ്ങനെ ഇതുപോലെ സമചിത്തതയോടെ നിൽക്കാൻ കഴിയും? 1 or 10 പേരുടെ മുന്നിലാണെങ്കിൽ പോട്ടെ, ഇത് അസഖ്യം പേരുടെ ഒരു പടയുടെ മുന്നിൽ. നോക്കി നിൽക്കെ ജനക്കൂട്ടം അവനെ വളഞ്ഞു. വീരഭദ്രൻ ആ വരമ്പിൽ തന്നെ അങ്ങനെ നിന്നു. കല്ലുകളും കൺകട്ടുകളും അവന്റെ നേരെ ചീറി വന്നു. അത്ഭുതം, ഒരെണ്ണം പോലും അവന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. വീരഭദ്രൻ ശരീരത്തിന്റെ തൊട്ടടുത്തെത്തി അവയ്ക്ക് ഏതോ ഒരു ഇഴുക്കുവിത്തിയിൽ തട്ടാണെന്ന പോലെ ചിതറുന്നു. ആക്രമണങ്ങൾക്ക് മുന്നിൽ സാമാന്യം തന്റോടത്തോടെ അവൻ നിൽക്കുന്നു. നീ ഇനി രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. നിന്റെ ഒടുക്കം ഈ വയലിൽ തന്നെ. നീ ആരെങ്കിലും കൊന്നാൽ നിന്നോട് ചോദിക്കാൻ ആരും വരില്ലെന്നത് തന്നെ നിന്നെ കൊന്നാൽ ഞങ്ങളോട് ആരും ചോദിക്കാനും വരില്ല. വിളിച്ചു പറഞ്ഞയാളെ വീരഭദ്രൻ ശ്രദ്ധിച്ചില്ല. പുലഭ്യങ്ങൾ പൂവർഷം പോലെ ഏറ്റുവാങ്ങുകയാണ് അവൻ. വീരഭദ്രൻ ചുറ്റും കണ്ണോടിച്ച്. ഓ, താൻ വളയപ്പെട്ടിരിക്കുകയാണ്. ഇവരെ ഒഴിവാക്കി രക്ഷപ്പെടാൻ തൽക്കാലം ഒറ്റ മാർഗമേയുള്ളൂ. തന്റെ ഉപാസനമൂർത്തികൾ ഉള്ളിടത്തോളം കാലം തനിക്കൊരു മനുഷ്യ മഹാസമൂഹത്തെ പോലും ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ നിന്നിടത്തു നിന്നും ദക്ഷിണ ദിക്ക് നോക്കി കൈകൾ കൂപ്പി. ഇടതുകാൽ വലതു തുടയിലേക്ക് എടുത്തു വെച്ചു. കൂപ്പുകൈകൾ തലയ്ക്ക് മുകളിലേക്ക് വരുന്നു. ധ്യാനലീനരായി ഒരു നിമിഷം. ഫലം ക്ഷിപ്രസാധ്യമായിരിക്കുന്നു. വയലിൽ നിന്നിരുന്ന സകലരും ഞെടിയിടിയിൽ ഒന്ന് പരിങ്ങി. ഹരിശങ്കരൻ ഉറ്റുനോക്കുകയായിരുന്നു. ഉണങ്ങി വരേണ്ട വയൽ ഒരു ചതുപ്പായി മാറുകയാണ്. നിലയില്ലാ കയത്തിലേക്ക് താഴും പോലെ സകലരും അടിപതറി. എന്ന നിൽപ്പിൽ മുട്ടോളം അവർ താണു. ചിലർ ഉറക്കെ നിലവിളിക്കുക പോലും ചെയ്തു. ഒരു കാൽ വലിച്ചു വരുത്താൻ ശ്രമിക്കുമ്പോൾ മറ്റേക്കാൽ അതിലേറെ താഴും. മുട്ടിന് മുകളിലേക്ക് തങ്ങൾ താഴാൻ തുടങ്ങുകയാണെന്ന് അവരറിഞ്ഞു. സർവരും അരയോളം താണു കഴിഞ്ഞപ്പോ വീരഭദ്രൻ ധ്യാനത്തിൽ നിന്നുണ്ടെന്നുള്ളൂ. സകലർക്കും പോലെ സൗകര്യം പോലെ നിങ്ങളും കയറി വന്നോളൂ. ഞാൻ പോകുന്നു. ഒന്നോർത്തോളൂ, വേണമെങ്കിൽ എല്ലാത്തിനെയും എനിക്കിവിടെ ചതുപ്പിൽ താത്താമായിരുന്നു. അത് ചെയ്യാതിരുന്നത് നിങ്ങളോടുള്ള എന്റെ ഔദാര്യം. ഇനി ഒരിക്കൽ ഇത്തരം ഒരു ഔദാര്യത്തിനും ആനുകൂല്യം ലഭിക്കുമെന്ന് ആരും കരുതണ്ട. ഇത് ഞാൻ മറക്കുന്നു. ശ്രീമംഗലം ഗ്രാമത്തിലെ ഒരുപാട് പേരുടെ കൺമുന്നിലൂടെ അവൻ നിന്ന ചതുപ്പിലൂടെ പാദം പോലും താഴാതെ വീരഭദ്രൻ അങ്ങനെ നടന്നുപോയി. എന്തിനും പോന്നവൻ. അത്ഭുതത്തെക്കാളേറെ ഭയമായിരുന്നു അവർക്കപ്പോൾ. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല അവൻ. ചതുപ്പിൽ കിടന്ന് ജീവരക്ഷാർത്ഥം പരിശ്രമിക്കുന്ന തന്റെ നാട്ടുകാരെ ഹരിശങ്കരൻ ദയനീയമായി നോക്കി. വീരഭദ്രൻ വയൽ കടന്ന് അപ്രത്യക്ഷമായെന്ന് തീർച്ച. അപ്പോഴാണ് തെങ്ങിൻ ചുവട്ടിൽ നിന്നും അവൻ പിന്മാറിയുള്ളൂ. ഹരിശങ്കരൻ വയലിലേക്ക് ഇറക്കിച്ചെന്ന് ചിലർ അവനെ കണ്ടു. ഹരിശങ്കര, നീ ചെന്ന് ഗുരുജിയെ വിളിച്ചു കൊണ്ടുവാ. ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ പോയി. ഇനി അധിക നേരം ഇവിടെ ഇങ്ങനെ കിടക്കാൻ ഞങ്ങൾക്ക് വയ്യ. ആ ശബ്ദമായിരുന്നത് തളർന്ന ശബ്ദങ്ങൾ. തകർന്ന സ്വപ്നത്തിന്റെ ദയനീയത മുഴുവൻ ഉണ്ടായിരുന്നു ആ വാക്കുകൾ. തനിക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഹരിശങ്കരൻ അങ്ങനെ മോചിച്ചുപോയി. പക്ഷേ കഴിയില്ല. താൻ ഇതുവരെ പഠിച്ച മന്ത്രങ്ങൾക്ക് പരിധിയുണ്ട്. അതുകൊണ്ട് ഇത്തരം കഠിന കർമ്മങ്ങളിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അഥവാ വീരഭദ്രൻ ഉപയോഗിച്ച മന്ത്രമേതെന്ന് തിരിച്ചറിയുമെങ്കിലും കഴിയണം. അതിന് പ്രതിമന്ത്രം പ്രയോഗിക്കാൻ എന്നാലേ കഴിയും. യഥാർത്ഥത്തിൽ തനിക്ക് മാന്ത്രിക കർമ്മങ്ങളൊന്നും ചെയ്യാറായിട്ടില്ല. അവൻ തെക്കുംപാട്ടേക്ക് തിരിഞ്ഞോടി. ഹരിശങ്കരൻ ചെല്ലുമ്പോ ഗുരുജി ആ പഴയ ഇരിപ്പ് തുടരുകയാണ്.
അവന്റെ കണ്ണുകളും ഗുരുജിയുടെ നോട്ടം ചെല്ലുന്ന ഭാഗത്തേക്ക് നീണ്ടിരുന്നു. അപ്പോഴും ഗോപികൃഷ്ണന്റെ ചിതയിൽ നിന്നും നേർത്ത പുകപടലം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഗുരുജി! ഒരു നടുക്കത്തോടെ ഗുരുജി ആലോചനകളിൽ നിന്ന് ഉയർന്നു. നീ എന്താ തിരിച്ചു പോന്നു? അവിടെ വയലിൽ വല്ലവിധേനയും ഹരിശങ്കരൻ അത് പറഞ്ഞു നിർത്തു. നീട്ടിയൊന്ന് മൂളി. പിന്നെ പെട്ടെന്ന് അദ്ദേഹം എണീറ്റു. നീ പോയിക്കോ, നേരെ ഇരുട്ടുകല്ലേ, അവരെ ഞാൻ നോക്കിക്കൊള്ളാം. അദ്ദേഹം തിരിഞ്ഞ് തന്റെ പൂജാമുറിയിലേക്ക് കയറി. ഒരു നിമിഷം മടിച്ചെങ്കിലും ഹരിശങ്കരൻ തിരിച്ചു നടക്കാൻ തുടങ്ങി. വീണ്ടും കയൽക്കരയിലെത്തിയപ്പോൾ വിസ്മയകരമായ ഒരു കാഴ്ചയാണ് അവൻ കാത്തുനിന്നത്. ഉണങ്ങി വരേണ്ട പാടത്തൂടെ നിശബ്ദമായി നടന്നു പോകുന്ന നാട്ടുകാർ. ഗുരുജിയുടെ പ്രതിമന്ത്രം അവരെ തുണച്ചിരിക്കുന്നു. അവർ ഇലഞ്ഞിക്കലേക്ക് നടന്നു. വെടികണ്ട വെരുകിനെ പോലെ വീരഭദ്രൻ കൊല്ലൂർ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തനിക്ക് നാട്ടിൽ ശക്തമായ ഒരു ശത്രുവലയം ഉണ്ടായിരിക്കുന്നു. ഇത്ര പെടുന്നതിനെ ഇങ്ങനെ നാട്ടുകാർ മുഴുവൻ തനിക്കെതിരെ തിരിയുമെന്ന് ഓർത്തതേയില്ല. പണ്ടൊരു മാന്ത്രികനും ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകാനിടയില്ല. അവരൊക്കെ നാട്ടുകാരെ അടക്കി വാണവരാണ്. തനിക്ക് എവിടെയോ പിഴവ് പറ്റിയിട്ടുണ്ട്, ഒരു ദൈവാധീനക്കുറവ്. അതെങ്ങനെ സംഭവിച്ചു? സ്വയം തന്ത്രപഠനം നടത്തിയപ്പോൾ ഉണ്ടാവുന്ന കുറവാകാം. ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ അപ്പോൾ ഫലഫലതി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മൂർത്തികളെല്ലാം തന്റെ പേരിൽ സംപ്രീതരുമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. എവിടെയാണ് കുഴപ്പം? ആശ്രിതന്മാരില്ലാഞ്ഞിട്ടോ? സ്തുതിപാഠകർ നാടുനീളെ പുകഴ്ത്തി നടക്കാഞ്ഞിട്ടോ? എവിടെയോ എന്തോ. അത് രണ്ടും തനിക്ക് ഉണ്ടാവരുതെന്ന് ആദ്യമേയുള്ള തീരുമാനമായിരുന്നു. ഒറ്റയാനായി നിന്ന് പൊരുതണം. തന്റെ തീരുമാനങ്ങളും പ്രവർത്തികളും തന്റേത് മാത്രമായിരിക്കണം. ആ ചിന്താഗതിയാണോ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് കുഴപ്പം? ചാവേർപ്പടയിലെ അവസാന പോരാളിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഈ ഇറങ്ങി പുറപ്പാട്. ഒരു ചാവേർപ്പടയാളിയും പടനിലത്തു നിന്നും തിരിച്ചു വന്ന കഥ കേട്ടിട്ടേയില്ല. അതുകൊണ്ട് നിതാന്ത ജാഗ്രത വേണ്ടിയിരിക്കുന്നു. ചെയ്യാനുള്ളത് കാലേക്കൂട്ടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത്രയും മുതലെടുപ്പ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ നിലയ്ക്ക് താൻ ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും എതിരുണ്ടാവും. മറ്റു മാന്ത്രികർക്ക് നേടിയെടുക്കാൻ കഴിയാത്തതും വിശ്വാസമായിരുന്നു, ആദരവായിരുന്നു. തനിക്കും തരേണ്ടതും അല്ലെങ്കിൽ ഇല്ലാതെ പോയതും അതൊക്കെ തന്നെയാണ്. പകരം തന്നെ ഭയപ്പെടുകയാണ് എല്ലാവരും. പ്രായത്തിൽ പക്വതയില്ലായ്മയും ഒരു കാരണമാകാം. ഇനി ചെയ്യാനുള്ളത് എന്തായാലും വെച്ച് താമസിപ്പിക്കണ്ട. സേതുലക്ഷ്മി ഗർഭിണിയാണെന്നല്ലേ പറഞ്ഞത്? അവരുടേതായാലും ആരുടേതായാലും അവൾക്ക് കുഞ്ഞു പിറക്കണ്ട. അതെ, സേതുലക്ഷ്മി. വീരഭദ്രൻ പുഞ്ചിരിച്ചു. അടുത്ത ക്ഷണം അവൻ നിലവറയിലേക്ക് കയറി. നാരായണൻ നമ്പൂതിരിയുടെ മുഖം കണ്ട് ദിവസങ്ങളായി. അവൻ മൺചരാത് കൊളുത്തി. തിരുനാളത്തിൽ തെളിഞ്ഞ നാരായണൻ നമ്പൂതിരിയുടെ കണ്ണുകളിൽ ഒരുതരം പുച്ഛഭാവമാണ് ഇപ്പോഴെന്ന് വീരഭദ്രൻ അറിഞ്ഞു. തന്നെ പരിഹസിക്കുകയാണോ? ഒറ്റ വീശിന് നാളം കെടുത്തി വീരഭദ്രൻ നിലവറയിൽ നിന്നും പൂജാമുറിയിലേക്ക് കയറി. അധ്യായം 25. ദേവകി അന്തർജനത്തിന് ഓർക്കാപ്പുറത്താണ് രോഗം മൂർച്ഛിച്ചത്. ഒരുപാട് കാലമായി ഉണ്ടാകാറില്ലായിരുന്നു. വലിവിന്റെ അസഹ്യത ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്കൊക്കെ വന്ന് പീഡിപ്പിച്ചു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായാലും അത് 1, 2, 3 ദിവസം കഴിഞ്ഞ് മാറുകയും ചെയ്യും. ഇന്ന് പക്ഷെ ആ പതിവ് തെറ്റിയിരിക്കുന്നു. തുടക്കം തന്നെ ഭയങ്കരം. കട്ടിലിൽ ശ്വാസം കിട്ടാതെ കിടന്നു പൊളയുന്ന അമ്മയുടെ സമീപത്തിരുന്ന് സേതുലക്ഷ്മി തേങ്ങി. അയൽക്കാരിൽ ചിലർ ആവി പിടിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ദുർബലമായ അവളുടെ നെഞ്ചിലും പുറത്തും തടവിക്കൊണ്ട് സേതുലക്ഷ്മി പടിക്കലേക്ക് കണ്ണയച്ചു. ഹരിശങ്കരൻ ഇനിയും വന്നിട്ടില്ല. അവൻ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരാൺതുണയുണ്ടെങ്കിൽ ഒട്ടൊരാശ്വാസമായനെ. ദേവകി അന്തർജനം കൈയെടുത്ത് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. ഒരിറ്റു ശ്വാസത്തിനു വേണ്ടി അവർ തലയണയിൽ തലയടിച്ചു. സേതുലക്ഷ്മി വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഇത്തവണ ചെപ്പടി മരുന്നുകൊണ്ടൊന്നും രക്ഷയില്ലെന്ന് അവർക്ക് തോന്നിയിരിക്കണം. ആശുപത്രിയിൽ പൊതിച്ചു കൊണ്ടുപോകേണ്ടി വരും. അതാണെങ്കിൽ അങ്ങ് നഗരത്തിലും. ശ്രീമംഗലത്തു നിന്നും 7-8 നാഴിക അകലമുണ്ടാകണം. കാളവണ്ടിയിലെ ഇനി കൊണ്ടുപോകാനും പറ്റൂ. മാനസികാഘാതമാണ് രോഗമൂർച്ചയ്ക്ക് കാരണമെന്ന് അറിയാഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എന്താലോചിച്ചാലാണ് അമ്മയ്ക്ക് സമാധാനമുണ്ടാവുക? അന്ന് ഗുരുജിയുടെ തറവാട്ടിലേക്ക് പോകേണ്ടി വന്നതിൽ പിന്നെ അമ്മ ആകെ നിശബ്ദയാണ്. വീട്ടിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങാൻ താല്പര്യക്കുറവ്. താനൊരു മഹാ അപരാധം ചെയ്തുവെന്ന തോന്നൽ അമ്മയെ സദാ വേട്ടയാടുന്നുണ്ടാവണം. ഗുരുജിയോട് എത്ര വട്ടം മാപ്പ് പറഞ്ഞിട്ടും അമ്മയ്ക്ക് തൃപ്തി വന്നില്ല. അറിയാതെയല്ലെന്ന് ഗുരുജിയുടെ ആശ്വാസവാക്കുകളൊന്നും ചെവികൊള്ളുന്നുമില്ല. അറിയാതെ പോലും അവിടേക്ക് വരുന്നതായിരുന്നു എന്ന് അമ്മയുടെ ഭാഷ്യം. സംഭവിച്ചുപോയി, ഇനി എന്ത് ചെയ്യാനാണ്? തന്നെ കുറിച്ചോർത്ത് അമ്മയ്ക്കും മനോവിഷമം. പിഴച്ചവളെന്ന് ആരും മുദ്ര ചാർത്തുകയില്ലെന്നും അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരില്ലേ? മറ്റൊരാൾ ഇനി തന്നെ വിവാഹം കഴിക്കുന്നു. സദാസമയം ആലോചന. ഹരിശങ്കരൻ ഒരു ചൂട് ഉറപ്പിച്ചിരുന്നെങ്കിൽ
അങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാമായിരുന്നു. ഇതതുമില്ല. ആകെ കൂടി ആലോചിച്ച മുന്നിലൊരു ശൂന്യത മാത്രം. അനുനിമിഷം ദേവകി അന്തർജനത്തിന്റെ നില വഷളായിക്കൊണ്ടിരുന്നു. സന്ധ്യ രാത്രിയിലേക്ക് വളരുന്നു. തെക്കുംപാട്ടേക്ക് ആരെങ്കിലും പറഞ്ഞുവിട്ട് ഹരിശങ്കരനെ വിളിപ്പിക്കണമെന്നാണ് കരുതി സേതുലക്ഷ്മി അമ്മയുടെ അടുത്തു നിന്ന് എണീറ്റു. ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൾ കണ്ടത്. ഹരിശങ്കരൻ പടികയറി ആഹ്ലാദത്തോടെ വരുന്നു. സ്വന്തം ആഹ്ലാദം അമ്മയോടും സഹോദരിയോടും അവതരിപ്പിക്കാനുള്ള മനസ്സിന്റെ തിക്കുമുട്ടൽ അവനല്ലേ അറിയും. തനിക്ക് മന്ത്രോപദേശം നൽകാൻ പോകുന്നു. 10-18 ദിവസം തെക്കുംപാട്ട് തന്നെ കഴിയേണ്ടി വരും. ഗിരിജാമണി, വേണ്ട, ആ കാര്യം ഇപ്പോ പറയണ്ട, അത് സേതുവിന് വിഷമമുണ്ടാക്കും. അങ്ങനെ ഓരോന്നാലോചിച്ച് ഓടിയെത്ത ഹരിശങ്കരൻ സേതുലക്ഷ്മിയുടെ മുഖം കണ്ടപാടെ നിന്നു. ഉള്ളിലൊരു അങ്കലാപ്പുണ്ടാവുകയും ചെയ്തു. ശങ്കര, അമ്മയ്ക്ക് അസുഖം കൂടുതലാണ്. മരുന്ന് കൊടുത്തിട്ടൊന്നും ഒരു കുറവില്ല. നമ്മൾ എന്താ ചെയ്യുക? അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതാ ഞാനന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ ഒരു കാളവണ്ടി വിളിച്ചുകൊണ്ട് വന്നോളൂ. തലപ്പുലയന്റെ കാളവണ്ടി തരാൻ പറ. ഹരിശങ്കരൻ തരിച്ചു നിന്നു. ഇതിലും ഭേദം ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് തന്റെ തലയിലേക്ക് വീഴുന്നായിരുന്നു. അവൻ അകത്തേക്കൂടി അമ്മയെ ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. ശരിയാണ്, ഇത്രയും വിമ്മിട്ടം ഇന്നോളം അമ്മയ്ക്കുണ്ടായിട്ടില്ല. അവനെ കണ്ടപ്പോ അന്തർജനത്തിന്റെ കണ്ണുകൾ കുറെ കൂടി വിടർന്നു. അവനോട് അവർക്കെന്തോ പറയാനുണ്ട്. പക്ഷേ എങ്ങനെ? അമ്മയുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. നരച്ച മുടിയേഴുകളുടെ വിരലുകൾ ഒടിച്ചു. ദേവകി അന്തർജനത്തിന്റെ കണ്ണുകളിൽ തുലാവർഷം പെയ്തു. തീർന്നു, എല്ലാം തീർന്നു മകനെ. അങ്ങനെ എന്തോ വല്ലവിധേനയും പറഞ്ഞൊപ്പിച്ചു. നമുക്ക് ആശുപത്രിയിൽ പോകാമേ. ഞാനിപ്പോ തന്നെ കാളവണ്ടി വിളിച്ചുകൊണ്ടുവരാം. ഹരിശങ്കരൻ പുറത്തെ ഇരുട്ടിലേക്ക് കുതിച്ചു. അവന്റെ ഓട്ടം കണ്ടൻകോരന്റെ കുടിലിന് മുന്നിലാണ് അവസാനിച്ചത്. അവന്റെ ആ വരവും മട്ടും തലപ്പുരയെ അമ്പരപ്പിച്ചു. എന്നാ അമ്പ്ര? പുറത്തേക്കിറങ്ങുന്ന വണ്ടിയും അത് തന്നെ ആവർത്തിച്ചു. കണ്ടൻകോരന്റെ വളർത്തുപൊട്ടി തമ്പ്രാനെ കണ്ട് ചെവി മടക്കി വാലാട്ടി ബഹുമാനം പ്രകടിപ്പിച്ചു. ആ കാളവണ്ടി ഒന്ന് വേണം കണ്ട, അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാണ്. അയ്യോ ദൈവേ, വല്യമ്പ്രാട്ടിക്ക് എന്തോ പറ്റി? എന്നാ തമ്പ്ര? തമ്പ്രാൻ അങ്ങ് ചെല്ല്. കണ്ടനിതാ വണ്ടി വിട്ടു കഴിഞ്ഞു. ആ ചെറുമനൊന്ന് വിളിക്കട്ടെ. ഹരിശങ്കരൻ തിരിച്ചോടി. അമ്മയുടെ വേഷം മാറ്റി വെച്ച് ഒരു ഭാണ്ഡത്തിൽ അത്യാവശ്യം ചിലതൊക്കെ കെട്ടിപ്പെറുക്കിയെടുക്കുമ്പോഴേക്കും പടിക്കൽ കുടമണിനാഥം കിട്ടും. ആത്മാർത്ഥതയുള്ള തലപ്പുലയൻ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നു. വണ്ടിയും കൊണ്ടുവന്നത് സ്ഥിരമായി അത് കൊണ്ടു നടക്കുന്ന ചെറുമനാണ്. സേതുലക്ഷ്മിയും ഹരിശങ്കരനും കൂടി അമ്മയെ താങ്ങിയെടുത്ത് കാളവണ്ടിയിൽ കയറ്റി. ആശുപത്രിയിൽ ചെന്നിട്ട് സേതുലക്ഷ്മിയെ ഇതേ വണ്ടിയിൽ തിരിച്ചു വിട്ടേക്കാമെന്നും അതുവരെ ഇല്ലത്ത് തന്നെ നിൽക്കണമെന്നും ഹരിശങ്കരൻ അയൽക്കാരെ ചുമതലപ്പെടുത്തി. എലിഞ്ഞിക്കൽ ഇല്ലപ്പടിയിൽ നിന്നും കാളവണ്ടി നീങ്ങുകയായി. കാളവണ്ടിയുടെ കീഴിൽ കെട്ടിത്തൂക്കിയ അരക്കലാമ്പ് കണ്ണിൽ നിന്നും മറയുവോളം അവർ നോക്കി നിന്നു. അന്തർജനത്തിനൊന്നും സംഭവിക്കരുതേ. ആ വിളക്കിന്റെ വെളിച്ചം കൂടുതൽ വ്യക്തമായി കണ്ടത് കൊല്ലൂർ വീരഭദ്രനായിരുന്നു. കാളവണ്ടി ഇപ്പോൾ ഓടുന്നത് അവന്റെ മുന്നിലെ ഓട്ടക്കിണ്ണത്തിലൂടെയാണ്. വീരഭദ്രൻ ഉറക്കെ ഒന്ന് ചിരിച്ചു. ചെരാതിന്റെ നാളത്തിൽ നാരായണൻ തിരുമേനിയുടെ ആത്മാവ് പിടിച്ചു. അതെ, ഇനിയൊന്നും പിന്നത്തേക്ക് മാറ്റിവെക്കണ്ട. അങ്ങനെ നേരത്തെ തീരുമാനിച്ചതിന് മാത്രം അനുഭവിച്ചു. ഒരു പുനർചിന്തനമാണ്. ഇപ്പോഴത്തെ തീരുമാനങ്ങൾ പോലെ കാര്യങ്ങൾ നീങ്ങിയാൽ സർവം ഭദ്രം. ചെരാത് കൈവീശി അണച്ച് പൂജാമുറിയിലെ നിലവിളക്കണച്ചു. മറ്റൊരു പൂജയ്ക്കുള്ളതെല്ലാം ദ്രൗപദിയിൽ ഒരുക്കി വെച്ചു. വീരഭദ്രൻ പൂജാമുറി വിട്ടിറങ്ങി. അധികം വൈകാതെ അവൻ കൊല്ലൂർ പടിപ്പുര കടന്നു നടക്കാൻ തുടങ്ങി. കണ്ടൻകോരന്റെ ചെറ്റവാതിലിൽ ആരോ തട്ടി വിളിച്ചു. ഉറങ്ങാൻ അങ്ങ് കിടന്നതേ ഉണ്ടായിരുന്നില്ല അയാൾ. ദൈവേ, തമ്പുരാട്ടിത്തേക്ക് എന്തെല്ലാം. അയാൾ വേവലാതി കൊണ്ടാണ് മണ്ണെണ്ണ വിളക്ക് കൊളുത്തിയതും വാതിൽ തുറന്നതും. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് കണ്ടൻകോരന്റെ അകക്കാളൊന്ന് വെട്ടി. അച്ഛന് പിന്നാലെ ഇറങ്ങി വന്ന് വള്ളിയും വല്ലാതൊന്നും ഇറങ്ങി. കൊല്ലൂരെ തമ്പ്രാൻ. ഭയം കൊണ്ടോ വിനയം കൊണ്ടോ കണ്ടൻകോരന്റെ നടുവളഞ്ഞു. അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മണ്ണെണ്ണ വിളക്കിന്റെ നേരിയ ചുവന്ന വെളിച്ചത്തിൽ വീരഭദ്രൻ ആകാശം മുട്ടെ വളർന്നു നിൽക്കുകയാണെന്ന് തലപ്പുഴയിന് തോന്നി. എന്താ എന്താ തമ്പ്രാനെ? നീ ഒന്ന് കൊല്ലൂരില്ലം വരെ എന്റെ കൂടെ വരണം. എന്തിനെന്ന് ചോദിക്കാൻ പാടില്ല. അനുസരിച്ചില്ലെങ്കിൽ എന്താണോ ഉണ്ടാവുക എന്നറിയാം. വരാവേ, തൊണ്ടയിടറിക്കൊണ്ടാണ് തലപ്പുലയം പറഞ്ഞത്. എങ്കി ഇറങ്ങ്. വീരഭദ്രൻ നടന്നു കഴിഞ്ഞു. വിളക്ക് പിടിച്ചു നിൽക്കുന്ന വള്ളിയുടെ നേരെ ദയനീയമായി നോക്കി. വീരഭദ്രന്റെ പുറകെ കണ്ടൻകോരയും ഇറങ്ങി നടന്നു. മുറ്റത്ത് ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്ന നായ തലപൊക്കി നോക്കി. പിന്നെ എണീറ്റ് തലപ്പുലയന്റെ പിന്നാലെ ചെന്നു. കാര്യവിവരമുള്ള ജന്തുവാണിത്. രാത്രിയിൽ എവിടെ പോയാലും അവൻ യജമാനെ അനുഗമിക്കും. ഇല്ലപ്പടിക്കലെത്തിയ കണ്ടൻ നായയെ കണ്ടു. നീ പൊക്കോ കോവാല, കൂടെ വരണ്ട. കോവാലൻ നിന്ന് വീരാട്ടി. വീരഭദ്രൻ തിരിഞ്ഞു നോക്കി. അവന്റെ ചുണ്ടത്തൊരു പുഞ്ചിരി വിരിഞ്ഞു.
കണ്ണുകളൊന്ന് കുറുകി വന്നത്. ആ ഒരു നിമിഷം ചില ആലോചനകൾ. അവനും പോരട്ടട കണ്ട. കണ്ടൻകോരൻ പിന്നെ കോവാലിനെ ശാസിക്കാൻ പോയില്ല. വീരഭദ്രൻ അനുഗമിച്ചു. തലപ്പുലയനും ഇരുവരുടെയും പുറകെ കോവാലിനും ഇരുട്ടിലൂടെ. കൊല്ലൂർ ഇല്ലത്തെ പൂജാമുറി മലർക്കെ തുറന്നു. ഇല്ലക്കെട്ടിലേക്ക് ഒരിക്കലും കയറിയിട്ടില്ലാത്ത കാരക്കണ്ടൻ വീരഭദ്രന്റെ പിന്നാലെ പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. യജമാനന്റെ വിറയലറിയാതെ കോവാലൻ അപ്പോഴും വാലാട്ടിക്കൊണ്ടു നിന്നു. പൂജാമുറിയിലേക്ക് കയറി വീരഭദ്രൻ തലപ്പുലയനെ വിളിച്ചു. നീ കയറിപ്പോന്നറ കണ്ട, ഇവിടെ തീണ്ടലും തൊടിയിലൊന്നുമില്ല. യോംബ്രാ, എന്നാലും അല്ലെങ്കിൽ തന്നെ ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് കണ്ണുകോരൻ. ഞാനല്ലേ പറഞ്ഞത് പോരാൻ, പിന്നെ നിനക്കെന്താ? വിറകാലുകൾ കൊണ്ട് കണ്ടൻകോരൻ ആദ്യമായി ഒരില്ലത്തിന്റെ മുറിയിലേക്ക് കയറിയാണ്. കോവാലിനും കയറാൻ ഇറങ്ങി. തലപ്പുലയൻ തുടയും മുമ്പേ വീരഭദ്രന്റെ ശബ്ദം കിട്ടു. അവനും കയറി പോരട്ടെ. കൊല്ലൂർ വീരഭദ്രന് മനുഷ്യനെന്നോ പട്ടിയെന്നോ വേർതിരിവില്ല. ഭീക്ഷണമായി അവനൊന്ന് ചിരിച്ചു. പിന്നെ പൂജാമുറി അകത്തുനിന്ന് അടച്ചു. അധ്യായം 26. കണ്ടൻകോരൻ പൂക്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങി. പകച്ച് ചുറ്റും നോക്കുന്ന തലപ്പുലയനെ കണ്ടപ്പോൾ വീരഭദ്രന് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് വരെ നീ ഇതുപോലൊരു ഇല്ലത്തിന്റെ അകക്കെട്ടിൽ കയറിയിട്ടുണ്ടോടാ കണ്ട? ഇല്ലെന്ന് ദയനീയമായി തലയാട്ടനെ തലപ്പുലയന് കഴിഞ്ഞുള്ളൂ. ഇനി ഇതുപോലെയൊന്നും നിനക്ക് ജീവിതത്തിൽ കാണാനും പറ്റില്ല. മറ്റാര് കയറ്റും വീട്ടിനുള്ളിൽ? നീ മാത്രമല്ല, നിന്റെ പട്ടിക്കും കയറാൻ യോഗം ഉണ്ടായില്ലേ? ഇതാ പറഞ്ഞ് എനിക്ക് നീയെന്നോ പട്ടിയെന്നോ വലിയ വ്യത്യാസമില്ലെന്ന്. വീരഭദ്രൻ വികൃതമായെന്ന് ചിരിച്ചു. അവന്റെ കണ്ണുകൾ ചുവന്നു. അത് കണ്ടൻ കാണരുതെന്ന് കരുതി മുഖം തിരിച്ചു. കണ്ടൻകോരന് ആകപ്പാടെ ഒരു അങ്കലാപ്പ്. കൊല്ലൂരെ തമ്പ്രാന്റെ രീതികളിൽ ആകപ്പാടെ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. ഈ പാതിരാത്രിക്ക് വീട്ടിൽ വന്ന് വിളിച്ചതും ഇല്ലത്തേക്ക് കൂട്ടിപ്പോന്നതിലും ഇതാ അമ്പലം പോലൊരു മുറിയിൽ കയറ്റിയിരിക്കുന്നതിലും എന്തോ പന്തികരുണ്ട്. വല്ലാത്തൊരു ആപത്ശങ്ക തോന്നുന്നു. എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ചോദിക്കേണ്ടിയിരുന്നു. മുൻപിൽ വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ നാവനങ്ങിയില്ല. ശ്രീമംഗലത്തെ വലിയ വലിയ തമ്പ്രാക്കൾ പോലും വീരഭദ്രന്റെ പേരുകെട്ടുകൾ ഭയന്നു വിറയ്ക്കുന്ന കാലം. തന്നെ പോലുള്ള ഏഴകളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? പക്ഷെ ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനെന്ന് പറയാതെ ധൃതി കൂട്ടാതെ വീരഭദ്രന്റെ ശബ്ദം. തലപ്പുലയൻ കുടുങ്ങിപ്പോയി. താൻ മനസ്സിലാലോചിച്ചു പോലും തമ്പ്രാൻ അറിഞ്ഞിരിക്കുന്നു. നിന്നെ ഞാൻ ഒരിക്കലും കാണാൻ കഴിയാത്ത മറ്റു ചിലത് കൂടി കാട്ടിത്തരുന്നുണ്ട്. വീരഭദ്രൻ വിരഞ്ഞൊടിച്ചു. കോവാലൻ ഒന്ന് കുടുങ്ങി. അവനും വിരണ്ടിട്ടുണ്ടെന്ന് തീർച്ച. കണ്ടന്റെ ചുറ്റും മണം പിടിച്ചു നടക്കുകയാണ് ആ ജന്തു. വീരഭദ്രന്റെ പൂജാമുറിയിൽ നിന്നും നിലവറയിലേക്കുള്ള വാതിൽ തുറന്നു. മൺചരാതിന്റെ തിരികൊളുത്തി. കണ്ടനെ അതെല്ലാം നന്നായി കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത ക്ഷണം ഒരു നിലവിളിയോടെ കണ്ടൻകോരൻ തറയിൽ നിന്നും ചാടി എണീറ്റു. ചരാതിൽ തെളിഞ്ഞ നാളത്തിൽ എന്റെ ദൈവേ, എലഞ്ഞിക്കൽ വലിയ തമ്പ്രാനിലേത്. അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. അവന്റെ ഭാവഭേദങ്ങളൊന്നും കാണാത്ത മട്ടിൽ വീരഭദ്രൻ പൂജാമുറിയിലെ നിലവിളക്ക് കൊളുത്തി. നിന്റെ പണ്ടത്തെ തമ്പ്രാനെ നല്ലോണം കണ്ടല്ലോ അല്ലേ? നീ തമ്പ്രാന്റെ വലിയ സഹായിയായിരുന്നില്ലേ? എന്റെ അച്ഛനെ ചതിച്ചു കൊല്ലാൻ കൂട്ടുനിന്നില്ലേ? എന്റെ അമ്മയുടെ മുറിയിലേക്ക് നാരായണനെ കയറ്റിവിട്ടിട്ട് നീ കാവലിരുന്നില്ലേ? ശൂലം പോലെയാണ് ഓരോ വാക്കുകളും കണ്ടന്റെ നെഞ്ചിൽ വന്നു കൊണ്ടത്. അവന്റെ തൊണ്ട വരണ്ടു. ഇല്ല ഇല്ല, പറയാൻ വന്ന ശബ്ദം പുറത്തേക്ക് കളഞ്ഞില്ല. അങ്ങനെയൊന്നുമല്ല, തമ്പ്രാൻ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. കണ്ടൻകോരൻ നിലവിളി ശ്രദ്ധിക്കാൻ വീരഭദ്രൻ നേരമുണ്ടായില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ നിലവിളക്കിന്റെ മുന്നിലെ ഓട്ടുകിണത്തിലായിരുന്നു. അതിൽ ഒരു കാളവണ്ടിയുടെ ചിത്രം. നഗരത്തിൽ നിന്നും മടങ്ങുന്ന കണ്ടൻകോരന്റെ വണ്ടി. അത് ശ്രീമംഗലം ഗ്രാമത്തിലെത്താൻ ഒരു നാഴികയിലേറെ വേണ്ടിവരുമെന്ന് വീരഭദ്രൻ കണക്കൂട്ടി. ഇപ്പോ തുടങ്ങിയാലോ? വീരഭദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കി. കരുണാർത്ഥമായി ചിരിച്ചു. കണ്ടൻകോരന്റെ മുഖത്ത് രക്തമയമുണ്ടായിരുന്നില്ല. കൂനിക്കൂടിയിരുന്ന് അവൻ വിറച്ചു. വീരഭദ്രൻ ഒന്ന് കൈയൊന്ന് ഞെരിച്ചു. കോവാലൻ ഒന്ന് വാലാട്ടി. ചെവികൾ മടക്കി കുണുങ്ങി. ഇങ്ങ് വാ കോവാല, കളിയാക്കും മട്ടിൽ മന്ത്രിച്ചു. അടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വീരഭദ്രൻ എഴുന്നേറ്റ് നിന്ന് കോവാലിനെ പിടിച്ചു. ആ ജന്തു വിധേയത്തോടെ നിന്നു. കോവാലന്റെ നെറ്റിയിലേക്ക് ഒന്ന് തലോടി വീരഭദ്രൻ കൈവിരൽ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ഞരമ്പുകൾ തേടിച്ചെന്നു. ആ ജന്തു പിടയാൻ തുടങ്ങി. ദയനീയമായി മുങ്ങാനും. വീരഭദ്രന്റെ വിരലുകൾക്ക് തൊല്ലും കരുണയുണ്ടായിരുന്നില്ല. അത് കൂടുതൽ കൂടുതൽ മുറുകിക്കൊണ്ടേയിരുന്നു. കണ്ടൻകോരന്റെ മുട്ടുകൾക്കിടയിൽ തലപൂഴ്ത്തി പൊട്ടിക്കരയുകയായിരുന്നു. അപ്പോ ജീവൻ നിശേഷം നഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പോ വീരഭദ്രൻ കൈകൾ അയച്ചു.
കണ്ടങ്കോരന്റെ പ്രിയങ്കരനായ കോവാലൻ ജഡമായി തറയിലേക്ക് വീണു. അതുകൊണ്ട് ജോലി അവസാനിച്ചില്ല. ഇത്തവണ തനിക്കേതെങ്കിലും ഒരു ജഡം പോരാ, അത് മനുഷ്യജഡം തന്നെ വേണം. മൃദുലമായ ഒരു കരസ്പർശം കഴുത്തിൽ കണ്ടൻകോരൻ ചാടി എഴുന്നേക്കാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. വീരഭദ്രന്റെ വിരലുകൾ സ്ഥാനഭ്രംശം സംഭവിക്കാറില്ല. ഒരിക്കലും ഒന്നുറക്കെ കരയാൻ പോലുമാകാതെ ശ്രീമംഗലത്തെ തലപ്പുലയനും അടുത്ത നിമിഷം വീരഭദ്രന്റെ പൂജാമുറിയിൽ തറയിൽ ചലനമറ്റു കിടന്നു. ജീവന്റെ തുടിപ്പ് മാത്രം ബാക്കി. സമയം കാത്ത് ആ ശരീരത്തിൽ ഹൃദയസ്പന്ദനവും നിന്നു. ഇനിയാണ് ജോലി മുഴുവൻ. വീരഭദ്രൻ താടിയിൽ താളം പിടിച്ച് ക്ഷണം നേരം നിന്നു. പിന്നെ നിലവിളക്കിന് മുന്നിൽ ചെന്നിരുന്നു. കൂടുവിട്ടു കൂടുമാറാനുള്ള ധ്യാനമന്ത്രത്തിന്റെ സ്രോതസ്സുകൾ അനുസൃതം പ്രവഹിക്കാൻ തുടങ്ങി. നിലവിളക്കിന്റെ മുന്നിൽ വീരഭദ്രൻ സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്ന പോലെ കിടന്നു. പിന്നെയും മന്ത്രോച്ചാരണങ്ങൾ. ചത്തുകിടന്ന കോവാലനാണ് ആദ്യം ചലിച്ചത്. ഉറക്കത്തിൽ നിന്നുണരുന്നതുപോലെ അത് എണീറ്റു നിന്നു. നൂരി നിവർത്തി. അതോടെ കണ്ടൻകോരന്റെ ജീവന തുടിപ്പ് നിശ്ശേഷം നിലച്ചു. ആ ജീവൻ കോവാലൻ എന്ന നായയിലേക്ക് ആവാഹിച്ചു. കണ്ടൻകോരന്റെ ജഡത്തിലേക്ക് വീരഭദ്രനും സ്വന്തം ജീവൻ സന്നിവേശിപ്പിച്ചു. അതോടെ നിലവിളക്കിന് മുന്നിൽ അവൻ മരിച്ചു കിടന്നു. ആദ്യം നായയെ മുറിയിൽ തന്നെ പൂട്ടിയിട്ടു. കണ്ടൻകോരൻ പൂജാമുറി തുറന്ന് പുറത്തേക്കിറങ്ങി. അർദ്ധരാത്രിയുടെ നിതാന്ത നിശബ്ദതയിൽ കാളവണ്ടിയുടെ കുടമണി ശബ്ദം ശ്രീമംഗലം ഗ്രാമവിധിയിൽ. സേതുലക്ഷ്മി വണ്ടിക്കുള്ളിൽ ചാരിയിരുന്ന് മയങ്ങുന്നു. ദേവകി അന്തർജനത്തിന് ആശുപത്രിയിൽ 2-3 ദിവസം കിടക്കേണ്ടി വരും. നേരം വെളുക്കും വരെ ഹരിശങ്കരൻ അമ്മയ്ക്ക് കൂട്ടിനായി അവിടെ ഉണ്ടാവും. വയൽക്കരയിലൂടെ ചെമ്മൺ പാതയിലൂടെയാണ് ഇപ്പോൾ കാളവണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് വണ്ടി നിന്നു. സേതുലക്ഷ്മി ഉണർന്നു. അവൾ ചെറുമനോട് കാര്യം തിരക്കി. ഞാനാ തമ്പുരാട്ടി, ഇവനോട് കുടിലോട്ട് ചെല്ലാൻ പറയുമായിരുന്നു. തമ്പ്രാട്ടിയെ അടയം കൊണ്ടാക്കാം എലഞ്ഞിക്കലേക്ക്. വല്യമ്പ്രാട്ടിയുടെ വിവരം അറിയാൻ അടയനിവിടെ കാത്തു നിൽക്കായിരുന്നു. കണ്ടങ്കോരന്റെ ശബ്ദം കേട്ട് സേതുലക്ഷ്മിക്ക് ആശ്വാസമായി. അമ്മയ്ക്ക് കുറവുണ്ട് കണ്ട. അവിടെ എത്തി സൂചി കെറ്റിയപ്പോ കുറെ ആശ്വാസമായി. ഉറങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി പൊടിയരിക്കഞ്ഞിയും കൊണ്ട് രാവിലെ പോയാൽ മതി. അടിയങ്ങളുടെ ഭാഗ്യം. കണ്ടന്റെ ശബ്ദം. കണ്ടങ്കോരൻ കാളവണ്ടിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് അതുവരെ വന്ന ചെറുമനെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. 1-2 ലോഹങ്ങൾ കൂടി ചോദിച്ചു. സേതുലക്ഷ്മി മറുപടി പറയുകയും ചെയ്തു. വീണ്ടും ഒരു മയക്കത്തിലേക്ക് അവൾ വഴുതി വീണു. പിന്നെ എപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ കാളവണ്ടി നിൽക്കുകയായിരുന്നു. കാളവണ്ടിക്കുള്ളിൽ തൊട്ടുമുന്നിൽ കണ്ടങ്കോരന്റെ ഭീകരഭാഗമാർന്ന മുഖം കണ്ട് അലറി നിലവിളിക്കാനൊരുങ്ങിയതാണ് സേതുലക്ഷ്മി. ബലിഷ്ഠമായ കണ്ടൻകോരന്റെ പരുക്കൻ കൈ അവളുടെ വായ പൊത്തി. ആ കരത്തിനുള്ളിൽ അവളുടെ മുഖം ഒതുങ്ങി. ലക്ഷ്മിയുടെ കൈകാലുകൾ ഇട്ടടിച്ചു. ഇല്ല, പിടിയായുകയില്ല. കൂടുതൽ മുറുകയാണ്. നാരായണൻ തിരുമേനിയുടെ വംശം തീരാൻ പോവുകയാണ്. പിന്നെയല്ലേ പുതിയ തലമുറ. നിനക്ക് കുട്ടി ജനിക്കാൻ പാടില്ല. നീ തന്നെ ജീവിക്കാൻ പാടില്ല. നിമിഷങ്ങൾ നിശ്ചലം നിന്നു. അരനാഴികയ്ക്ക് ശേഷം ആ കാളവണ്ടി അവിടെ നിന്നകലുമ്പോൾ അതിനുള്ളിൽ സേതുലക്ഷ്മി ഉണ്ടായിരുന്നില്ല. കുടമണി ശബ്ദം മാത്രം നിശബ്ദതയുടെ കുറേ നേരം കേൾക്കാനുണ്ടായിരുന്നു. നേരം വെളുക്കാൻ തുടങ്ങുകയായിരുന്നു. ഹരിശങ്കരൻ ഗുരുജി പറഞ്ഞ സമയത്ത്, അതെ, രാഹുവാനം കഴിയുമ്പോൾ കിഴക്കുംപാട്ടത്തെന്നാണ്. ആരുടെ ഭാഗ്യം. അമ്മയ്ക്ക് സുഖം കുറവുണ്ട്. സേതുലക്ഷ്മി പൊടിയരിക്കഞ്ഞിയുമായി വന്നിട്ട് പോകാമെന്ന് കരുതിയെങ്കിലും അവളെ കാണാതായപ്പോൾ അവന് വിഷമമായി. നീ നിൽക്കണ്ട, അവള് വരുമല്ലോ. സമയത്ത് തന്നെ ഗുരുജിയെ ചെന്ന് കാണും. എവിടെ ഇരുന്നിട്ട് ആ മുഹൂർത്തം മുടക്കണ്ട. ദേവകി അന്തർജനം മകനെ അനുഗ്രഹിച്ചു വിട്ടു. ഇനി ഇലഞ്ഞിക്കിലേക്ക് പോകാനൊന്നും നേരമില്ല. ഹരിശങ്കരൻ നേരെ തെക്കുംപാട്ടേക്കാണ് പോയത്. അപ്പോ നേരം വെളുക്കുന്നതേ ഉള്ളൂ. രാഹുകാലം തുടങ്ങിയിട്ടില്ല. കുളിച്ച് ഈറനോടെ വന്ന ഹരിശങ്കരനെ ഗിരിജാമണിയാണ് സിന്ദൂരമണിയിച്ചത്. ശുഭമുഹൂർത്തം. രാഹുകാലത്തിനു മുമ്പേ തുടങ്ങാമെന്ന് ഗുരുജിയും സമ്മതിച്ചു. അവൻ പൂജാമുറിയിലെത്തി. മന്ത്രോപദേശത്തിലേക്ക് പ്രവേശിക്കുന്ന ബീജമന്ത്രം ഹരിശങ്കരനെ ഗുരുജി ഉപദേശിച്ചു കൊടുത്തു. അത് പൂർത്തിയാക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. അപ്പോഴാണ് തെക്കുംപാട്ടേക്ക് ആരോ ഓടിക്കുതച്ചെത്തിയത്. വന്നയാൾക്ക് ഗുരുജിയെ അത്യാവശ്യമായി കാണണമത്രേ. എന്തൊക്കെയോ പറഞ്ഞിട്ടും ഗിരിജാമണിയെ സമ്മതിച്ചില്ല. വന്നയാൾക്ക് ഒടുവിൽ കാര്യം പറയേണ്ടി വന്നു. ഒരു നിലവിളിയോടെ അവൾ പൂജാമുറിയിലേക്ക് നേരെ ഓടുകയും ചെയ്തു. അമ്മാവന്റെ ചെവിയിൽ വിവരം പറഞ്ഞു. അദ്ദേഹം ഒന്ന് തുടങ്ങി. ഏതായാലും തുടങ്ങി വെച്ചല്ലോ, അതാരുടെ ഭാഗ്യം. നമുക്കൊരിടം വരെ പോകണം. ഇന്നത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം ശങ്കര. ഗുരുജി പറയുന്നതെന്തും അവന് സമ്മതമായിരുന്നു. പൂജാമുറിയിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഗുരുജി
ശങ്കരനോട് കാര്യം പറഞ്ഞല്ലോ. അവന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. സേതുലക്ഷ്മി, സേതുലക്ഷ്മി. അവർ അവളുടെ ജനം കിടന്നിടത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ മറ്റൊരു ദൂതൻ കൂടി പടികയറി വന്നു. അയാൾക്കും ഒരു ദുഃഖവാർത്തയാണ് പറയാനുണ്ടായിരുന്നത്. ദേവകി അന്തർജനം മരിച്ചു. നിന്ന നിലനിൽപ്പിൽ ഹരിശങ്കരൻ പിന്നിലേക്ക് മറിഞ്ഞു. ചന്ദന മണ്ഡലമും കെട്ടിയുയർത്താനുള്ള എലിഞ്ഞിക്കല്ലില്ലം അനാഥമാവുകയാണ്. അധ്യായം 27. ശ്രീമംഗലം ഗ്രാമഹൃദയത്തിൽ വീണ രണ്ടാമത്തെ വെള്ളിടിയായിരുന്നത്. എലിഞ്ഞിക്കൽ സേതുലക്ഷ്മിയെ ആരോ കൊലപ്പെടുത്തി. കൊലപാതകത്തിനു മുൻപ് ക്രൂരമായ ബലാത്സംഗത്തിന് അവൾ ഇരയായിരുന്നു. ഒപ്പം ശ്രീമംഗലത്തെ തലപ്പുലയനായ കണ്ടൻകോരനും മരിച്ചു. കണ്ടൻകോരന്റെ വളർത്തുനായ ചത്തു. കണ്ടൻകോരന്റെയും നായുടെയും ജനങ്ങൾ അവരുടെ വീടിന്റെ അടുത്തുനിന്ന് തന്നെയാണ് ലഭിച്ചത്. ആരും ആരെയും കുറ്റപ്പെടുത്തില്ല. പക്ഷെ രണ്ട് മരണങ്ങളുടെയും അസ്വാഭാവികത എല്ലാവരെയും ശ്രദ്ധിക്കുകയും ചെയ്തു. ഹരിശങ്കരനായിരുന്നു നഷ്ടം മുഴുവൻ. എലിഞ്ഞിക്കൽ ഇല്ലം അനാഥമായില്ലേ? അവന് നഷ്ടമായത് അമ്മയും സഹോദരിയുമായിരുന്നു. ആ സംഭവങ്ങൾക്ക് ശേഷം 2-ാം നാളിലാണ് ഹരിശങ്കരൻ അത് കണ്ടുപിടിച്ചത്. ആശുപത്രിയിലേക്ക് തങ്ങളെ കൊണ്ടുപോവുകയും സേതുലക്ഷ്മിയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത കാളവണ്ടിക്കാരൻ ചെറുമനെ പിടികൂടിയപ്പോൾ വിവരം ഗുരുജിയെ അറിയിക്കുകയും ചെയ്തു. തിരിച്ചു പോരും വഴി ഇടയ്ക്ക് വെച്ച് കണ്ടൻകോരൻ ചെറുമനെ വണ്ടിയിൽ നിന്നിറക്കി. പിന്നെ അയാളാണ് വണ്ടി ഓടിച്ചത്. ഗുരുജി ഏറെ നേരം ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ഏതോ ആലോചനയുടെ ലോകത്തായിരുന്നു. അല്ലെങ്കിലും എനിക്കത് അറിയാമായിരുന്നു. ഇതിന്റെ പിന്നിലും വീരഭദ്രൻ തന്നെയാണ്. അവൻ വന്ന് വിളിച്ചിട്ടാണ് അച്ഛൻ പോയതെന്ന് വള്ളി പറഞ്ഞില്ലേ? അച്ഛന്റെ ഒപ്പം വളർത്തുനായും പോയിരുന്നെന്ന്. അവൻ ആദ്യം നായിയെ കൊന്നുവാണ്, പിന്നെ തലപ്പുലയാണ്. ജീവൻ പരസ്പരം മാറ്റി കണ്ടൻകോരന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. സേതുലക്ഷ്മിയെ കാത്തു നിന്നിരിക്കും. എത്ര വലിയ തെറ്റാണ് താൻ ചെയ്തതെന്ന് അവൻ അറിയാൻ പോകുന്നതേയുള്ളൂ. ഗുരുജി കൂടുതൽ വിശദീകരിച്ചില്ല. കഴിഞ്ഞു പോയതിനെ കുറിച്ച് നമുക്ക് മറക്കാം. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പ്രാർത്ഥിക്കാം. ഈ ദുഃഖങ്ങളെല്ലാം മനസ്സിൽ നിന്ന് ഇറക്കി വെക്കുക. ഉള്ള സമയം കൊണ്ട് മാന്ത്രിക പഠനം പൂർത്തിയാക്കാൻ നോക്കണം. ഹരിശങ്കരൻ അതിനെപ്പോഴോ തയ്യാറായിരുന്നു. പഠനം തുടങ്ങിയതിന്റെ ആദ്യ നാളുകളിലെ തടസ്സം പിന്നീട് ഉണ്ടായിരുന്നില്ല. അമ്മയുടെ മരണാന്തര കർമ്മങ്ങൾക്കും മറ്റുമായി കുറെ മണിക്കൂറുകൾ നിത്യേന നഷ്ടപ്പെട്ടുവെന്നേ ഉള്ളൂ. ഗുരുജി ജാഗ്രതയോടെയാണ് ഇരുന്നത്. എത്രയും വേഗം അവന്റെ മാന്ത്രിക പഠനം പൂർത്തിയാക്കേണ്ടത് അദ്ദേഹത്തിന് ആവശ്യമായിരുന്നല്ലോ. രാവും പകലും മുഴുവൻ ഹരിശങ്കരൻ പഠിക്കാൻ തുടങ്ങി. അവന്റെ താമസവും ഇപ്പോൾ തെക്കുംപാട്ട് തന്നെയായിരുന്നു. വീരഭദ്രൻ തൊല്ലും പരിഭ്രമിക്കാതിരുന്നില്ല. ഗുരുജി ഹരിശങ്കരനെ മാന്ത്രികനാക്കാൻ പോകുന്ന കഥ അവനും അറിഞ്ഞിരിക്കുന്നു. അത് തടയാൻ വേണ്ടിയാണെന്ന് താൻ ദേവകി അന്തർജനത്തിനെയും സേതുലക്ഷ്മിയും തന്നെ. പക്ഷെ തന്റെ പിടിയിൽ നിന്നില്ല. തനിക്കില്ലാതെ പോകുന്ന ഏതോ അനുഗ്രഹത്തിന്റെ കുറവുകൊണ്ടാണ് ഹരിശങ്കരൻ രക്ഷപ്പെട്ടത്. ബീജമന്ത്രം പഠിച്ചു കഴിഞ്ഞാണ് പഠനം മുടക്കേണ്ട വാർത്ത അവൻ അറിയുന്നത്. യഥാർത്ഥ സമയത്ത് തന്നെയാണ് അവൻ പഠനം ആരംഭിച്ചത്. തന്റെ പേരോടിലെ 3-4 പേരെ മാത്രമേ ഇതുവരെ ആയുള്ളൂ. ഒന്നും പൂർണ്ണമായെന്ന് പറയുക വയ്യ. എലിഞ്ഞിക്കലില്ലത്ത് ഇനി ഒന്നുകൂടി ശേഷിക്കുന്നു. തെക്കുംപാട്ട് ഗുരുജി ബാക്കി. അതുകൂടി ഒന്ന് പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ ദൗത്യം ഏറെ വിജയിച്ചെന്ന് പറയാം. ഗുരുജിയുടെ മനസ്സ് കണ്ടെത്താൻ കഴിയുന്നില്ല. ഈയിടെ ഏതായാലും അയാൾ തനിക്കെതിരെ നീങ്ങില്ലെന്ന് തീർച്ച. തന്റെ നിലവറയിലെ തണുപ്പറിഞ്ഞവരാരും അത്ര പെട്ടെന്നൊന്നും തനിക്കെതിരെ നീങ്ങില്ല. ഗുരുജിയുടെ മൗനമാണ് അപകടം. അതാണ് മനസ്സിലാവാത്തത്. അതുതന്നെയാണ് ഭയകാരണവും. എല്ലാം അറിഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുന്നവരെയാണ് സൂക്ഷിക്കേണ്ടത്. ഇടിഞ്ഞു വീണ തറവാട് വീണ്ടും പടുത്തുവരുത്താൻ പോലും അദ്ദേഹം തുനിയുന്നില്ലല്ലോ. അതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടാവും. താൻ ശകലം തിടുക്കം കാണിച്ചു എന്ന തോന്നലിന് ആക്കം കൊടുത്തു. കണ്ടൻകോരന്റെ ശരീരം അത്ര വേഗം വലിച്ചെറിഞ്ഞു കളയേണ്ടിയിരുന്നില്ല. അവനാണ് സേതുലക്ഷ്മിയെ കൊന്നതെന്ന് വരുത്തി തീർക്കണമായിരുന്നു. സവർണരെ മുഴുവൻ ഇളക്കണമായിരുന്നു. അവർ അവന്റെ നേരെ കുതിച്ചേനെ. നാട്ടിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകാൻ നല്ല അവസരമായിരുന്നു. ഒക്കെ താൻ കളഞ്ഞു കുളിച്ചു. ആ അവസരം ശരിക്കും മുതലെടുത്ത് തന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കലാശിപ്പിക്കാൻ കഴിഞ്ഞേനെ. ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടുന്നതല്ലോ. കണ്ടൻകോരന്റെ മകളെ ആ രാത്രിയിലാണ് താൻ ശ്രദ്ധിച്ചത്. ഗോപികൃഷ്ണനെ അവരുടെ നേരെ പറഞ്ഞു വിട്ടെങ്കിലും അപ്പോൾ താൻ അവളെ ശ്രദ്ധിച്ചില്ലല്ലോ. നാട്ടിൽ ആരോടും തോന്നാത്ത ഒരു താല്പര്യം അവളോട് തോന്നിപ്പോകുന്നു. ആ ശരീരത്തിന്റെ ഉറപ്പാകാൻ കാരണം വടിവത്ത ഈട്ടിത്തടി പോലെ കടഞ്ഞെടുത്തതുപോലുള്ള ഒരു ശരീരം. വരട്ടെ, ഒരിക്കൽ അവളെയും പഠിപ്പുരയിലെത്തിക്കണം. ഹരിശങ്കരനെ പഠനം മുടക്കാൻ എന്താണ് വഴി? അവനെ പെട്ടെന്ന് മാന്ത്രികനാക്കുന്നതിലൂടെ ഗുരുജി കാര്യമായ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായിരിക്കും തന്നോടടിക്കാൻ മടിക്കുന്നത്. താൻ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും
ഗുരുജി തന്നെ ഒരു ശത്രുവായി കാണുന്നതായി തോന്നുന്നില്ല. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഏതായാലും തന്റെ അടുത്ത ഉന്നം ഗുരുജിയായിരിക്കണമെന്ന് വീരഭദ്രൻ തീരുമാനിച്ചു. ഗുരുജി തീരുമാനിച്ചത് പക്ഷേ മറ്റൊന്നായിരുന്നു. വീരഭദ്രന്റെ ശ്രദ്ധ മറ്റെന്തിലേക്കെങ്കിലും തിരിക്കുന്ന നേരത്ത് നാരായണന്റെ ആത്മാവിനെ മോചിപ്പിക്കുക. ഹരിശങ്കറിന്റെ മന്ത്രശക്തി മുഴുവൻ കൈമാറും മുമ്പ് അത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. സ്നേഹത്തിനോടുള്ള കടപ്പാണിത്. ഗുരുജിയോട് ഹരിശങ്കറിനോട് പറയാനും നിന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഹരിശങ്കറിന് മന്ത്രോപദേശം തുടങ്ങിയിട്ട് 15 നാളുകൾ കഴിഞ്ഞിരുന്നു. അവനൊരു പൂർണ്ണ മാന്ത്രികനാകാൻ ഇനി 3 ദിവസങ്ങൾ മാത്രം. ഇതോടെ എല്ലാം തന്നെ അവനെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഒഴിച്ച്, തന്റെ അവസാനത്തെ മന്ത്രം ഉപദേശിക്കുന്നതോടെ മരിക്കുമെന്ന്. അക്കാര്യം അവനെയും ഓർമ്മയുണ്ടാവില്ല. പൂർവികന്മാരെല്ലാം അങ്ങനെയായിരുന്നു. പാരമ്പര്യം കൈമാറുന്നതോടെ ഈ ലോകജീവിതം അവസാനിപ്പിക്കുക. ഒരു മാന്ത്രികന്റെ അനന്തരാവകാശിയായി ഒരാൾ മാത്രം ഉണ്ടായിരിക്കുക. അവനോടത് മാത്രം അവസാന മന്ത്രം ഉപദേശിക്കുന്നതിന് തൊട്ടു മുമ്പേ മാത്രമേ പറയാവൂ. ഗിരിജാമണിയുടെ പേർക്ക് തറവാടും സ്വത്തുക്കളും എല്ലാം എഴുതി വെച്ചു കഴിഞ്ഞു. അവസാന മന്ത്രം ഉപദേശിക്കും മുമ്പ് അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കുകയും വേണം. ദമ്പതികളായി ഇപ്പോഴേ ജീവിക്കണമെന്നില്ല അതിനർത്ഥം. സ്നേഹത്തിന് കൊടുത്ത വാക്കുപാലിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് കാണാൻ വേണ്ടി മാത്രം. ഹരിശങ്കരൻ നന്ദിയുള്ളവനാണ്, സ്വാർത്ഥത അശേഷമില്ലാത്തവൻ. അത് തനിക്ക് ബോധ്യപ്പെട്ടത് ഇല്ലം കയ്യാറാൻ നാട്ടുകാരെത്തിയ ദിവസമാണ്. സ്വന്തം മരുമകൻ പോലും തെറ്റിദ്ധരിച്ചപ്പോഴും തന്നെ തെറ്റിദ്ധരിക്കാതിരുന്ന ഒരേ ഒരാൾ ഹരിശങ്കരൻ മാത്രമാണ്. സത്യം തെളിയിക്കാൻ മുന്നോട്ടിറങ്ങിയതും അവനൊരുത്തം മാത്രമാണ്. അന്നാണ് അവന്റെ വലിയ മനസ്സ് ശരിക്കും ബോധ്യമായത്. പെട്ടെന്ന് അദ്ദേഹം അവനെ വിളിച്ചു. ഹരിശങ്കര, ഗുരുജി എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുവെന്ന് വിളി കേട്ടപ്പോഴാണ് ഹരിശങ്കരന് മനസ്സിലായി. വായിച്ചുകൊണ്ടിരുന്ന താളിയോല ഗ്രന്ഥം മടക്കി വെച്ച് അവൻ എണീറ്റു. ഈയിടെ ഗുരുജി ഇങ്ങനെയാണെന്നും അവനോർത്തു. ഓരോ കാര്യം പറയുന്നതിനും ഓരോ നേരത്താണ്. ചിലപ്പോൾ വിളിപ്പിച്ച കാര്യം മറക്കുകയും ചെയ്തു. എല്ലാ സമയത്തും ആലോചനയുടെ ലോകത്താണ് അദ്ദേഹം. ഇത്ര വളരെ ആലോചിക്കാൻ എന്താണുള്ളതെന്ന് പോലും തോന്നിയിട്ടുണ്ട്. ഗുരുജി അടുത്ത് ചെന്ന് അവൻ വിളിച്ചപ്പോഴാണ് ഗുരുജി ഹരിശങ്കരനെ കണ്ടുള്ളൂ. ആ ഹരിശങ്കര, മറ്റന്നാളല്ലേ നിന്റെ പഠനം പൂർത്തിയാകുന്നത്? അത് കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ ചന്ദ്രമണ്ഡലത്തിന്റെ പണി പൂർത്തിയാക്കണം. എന്റെ 89ാം നാൾ നീ ഒരിക്കൽ കൂടി വർക്കലയ്ക്ക് പോകേണ്ടി വരും. നിന്റെ അമ്മാവന്റെ ചിതാഭസ്മം നീ ഉദ്ദേശിച്ചെടുത്ത് തന്നെ നിമജ്ജനം ചെയ്യണം. അന്ന് പോകുമ്പോ മറ്റൊരു കലശം കൂടി ഉണ്ടാവും. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നേരത്ത് ഗിരിജാമണി ചുപ്പുകാപ്പിയുമായി അങ്ങോട്ട് വന്നത്. കാപ്പി ഗ്ലാസ് കയ്യിൽ വാങ്ങി ഗുരുജി ഹരിശങ്കരനെയും ഗിരിജാമണിയെയും മാറി മാറി നോക്കി. മറ്റന്നാൾ ബ്രഹ്മമുഹൂർത്തത്തിൽ നിന്റെ കല്യാണമാണ്, നേരത്തെ ചിരിയോടെ ഗുരുജി അവളോട് പറഞ്ഞു. ഗിരിജാമണിയുടെ മുഖം കുനിഞ്ഞു. നാളം അവളുടെ കവളുകളിൽ പൂത്തു. ഹരിശങ്കരനൊരു വല്ലായ്മ. ഗുരുജി ഇങ്ങനെയൊന്നും പറയാറില്ലാത്തതാണ്. ഒരു കാര്യം ചെയ്, ദീപാരാധനയ്ക്ക് മുമ്പ് രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതു വന്നോളൂ. നാളെ ഇവന് നേരമുണ്ടാവില്ല. ഹരിശങ്കരൻ അതിശയത്തോടെ ഗുരുജിയെ നോക്കി. അദ്ദേഹം പുഞ്ചിരിയോടെ ഇരിക്കുകയാണ്. പൊയ്ക്കോളൂ ഹരിശങ്കര, നീ എന്താ മടിച്ചു നിൽക്കുന്നത്? എന്നാലും ഗിരിജാമണിയോട് ഒന്നും മിണ്ടുന്നത് പോലും ഗുരുജിയില്ലാത്ത നല്ല നേരം നോക്കിയാണ്. ആ ഗുരുജിയുടെ അനുവാദത്തോടെ പോകാൻ കഴിഞ്ഞു എന്നറിയപ്പോ എന്തോ അവൻ പിൻവാങ്ങി. ഗിരിജാമണിക്കായി സന്തോഷം മുഴുവൻ. അമ്മാവന്റെ അനുവാദത്തോടെ രാമക്ഷേത്രം മുഴുവൻ ഹരിയേട്ടനും ഒരുമിച്ച്. ഹായ്, തുള്ളിച്ചാടിയില്ലെന്നേ ഉള്ളൂ. വെട്ടിക്കടയിൽ സൂക്ഷിച്ചിരുന്ന ഏറ്റവും നല്ല പട്ടുപാവാടയും ധാവണയുമാണ് അവൾ അണിഞ്ഞത്. അണിഞ്ഞൊരുങ്ങി വന്ന അവളെ ആദ്യം കാണുന്ന ചേലിൽ ഹരിശങ്കരൻ അങ്ങനെ നോക്കി നിന്നു. മറ്റന്നാൾ തങ്ങളുടെ താലികെട്ട്. ഗിരിജാമണിക്ക് കോരിത്തെരിച്ചു. ഹരിശങ്കരനെ മുട്ടിയുരുമ്മി നടന്നു പോകുന്ന ഗിരിജാമണിയെ നോക്കി നിൽക്കെ ഗുരുജിയുടെ കണ്ണുകൾ 2 നീർമുത്തുകൾ കണിഞ്ഞു. ആനന്ദ കണ്ണീർമുത്തുകൾ. ഒടുവിൽ ഇവർ മാത്രം അവശേഷിക്കാൻ പോവുകയാണ്. തങ്ങളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ട അവസാനത്തെ കണ്ണീർ. ക്ഷേത്രത്തിൽ 7 ചുറ്റും പ്രദക്ഷിണം വെച്ച് ദീപാരാധനയും തൊഴുത് ഹരിശങ്കരന്റെ വിരലിൽ തൂങ്ങി ക്ഷേത്രമതിൽ കെട്ടുവിട്ടിറങ്ങി ഗിരിജാമണി തീയിൽ ചവിട്ടിയതുപോലെ പെട്ടെന്നാണ് നിന്നത്. നിങ്ങളെ കാത്തുന്ന വണ്ണം പുറത്ത് ഒരാൾ നിൽക്കുന്നു. വീരഭദ്രൻ, കൊല്ലൂർ മനക്കിലെ വീരഭദ്രൻ. പ്രിയമുള്ളവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. ഈ നോവലിന്റെ അടുത്ത ഭാഗം കേൾക്കാനായി നമ്മുടെ ചാനൽ ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ നമ്മളെ വീഡിയോസിനൊക്കെ റീച്ച് വളരെ കുറവാണ്. ഇഷ്ടമായിട്ടാണോ
എന്തെങ്കിലും കഥ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ലാഗ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പം എന്തായാലും നിങ്ങളുടെ കമന്റുകൾ എന്തായാലും രേഖപ്പെടുത്തുക. അപ്പം നമ്മളിപ്പോ ഈ നോവൽ ഇങ്ങനെ തുടരുകയാണ്. ഇതിന്റെ ഏറ്റവും നല്ല മനോഹരമായ പാട്ടുകളിലേക്കാണ് നോവൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒത്തിരി സ്നേഹത്തോടെ.